നിന്നോ കൊണ്ട എഴുന്നള്ളി തിരുനീല നിന്നോ കൊണ്ട തന്മാനസാലുന്ന നിരൂപിച്ചാതാ എഴുന്നള്ളി തിരുനീല നിന്നോ കൊണ്ട തന്മാനസാലുന്ന നിരൂപിച്ചാതാ എൻ്റെ പേര് അശോകനാണ്. ഈ ക്ഷേത്രം 100 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. പഴയ ഐതിഹ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു കോഴി വന്നൊരു കിണറ്റിൽ വീഴുന്ന കിണറ്റിൽ ചാടി എടുത്ത അതിന് ശേഷമാണ് ഈ അമ്പലം വന്നതും. ഇതൊക്കെയാണ് ഐതിഹ്യങ്ങൾ. അപ്പോഴൊന്നും നമ്മൾ ജനിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടതാണുള്ളത്. അതിനുശേഷം പറഞ്ഞേറ്റെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷമായി പറഞ്ഞേറ്റ് നടന്നിട്ട്. ഇപ്പോഴും അങ്ങനെ അന്ന് വലിയ ചെറിയ ക്ഷേത്രമായിരുന്നു, ഇന്ന് വലിയ വിപുലീകരിച്ച് നാട്ടിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറി വിപുലീകരിച്ച് പോവുകയാണ്. ഇല്ലായിരുന്ന കല്യാണ മണ്ഡപവും ഇവിടുത്തെ ഒരു 2 നില ഒരു ബിൽഡിങ്, ഇപ്പം ക്ഷേത്ര പൂജക്കട, ഓഫീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിപുലീകരിച്ച് ക്ഷേത്രം 3ാമതാണ് ഇതുള്ള വലിയ ക്ഷേത്രമായത്. പറഞ്ഞേറ്റ് 6 വർഷം കൂടുമ്പോഴാണ് പറഞ്ഞേറ്റ്. പിന്നെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അന്യ അടുത്ത 3 വർഷം കൂടെ കഴിഞ്ഞിട്ടേ പറഞ്ഞിട്ടുള്ളൂ. 29-ൽ പറഞ്ഞിട്ട് കാണും. അപ്പുറത്തെ പഴയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനോട് അതിന് കഴിഞ്ഞ് 2 ഒരേ സമയത്തല്ല. ഇവിടെ മീനഭരണിക്കാണ് തുടങ്ങുന്നത്, അപ്പുറത്ത് കുംഭഭരണിക്ക് തുടങ്ങും. വലിയ റോഡ് സൈഡിലുള്ള അമ്പലമാണ്, വലിയ പ്രസിദ്ധീകരിച്ച ക്ഷേത്രമാണ്. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അനുഭവങ്ങൾ. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കാര്യസാധ്യത എന്ന് വെച്ചാൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും ഇവിടെ വന്നിട്ട് പോയാൽ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെ പല കുടുംബകാര്യങ്ങളും തീരാത്ത രോഗങ്ങൾ തീരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. കുന്നുവിള ശ്രീ ഭദ്രകാളി ക്ഷേത്ര ട്രസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ പേര്, ഞാൻ സെക്രട്ടറിയാണ്, ഒറ്റയിൽ മോഹനൻ എന്നാണ് പേര്. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ ജനിക്കുന്ന മുമ്പേ വർഷങ്ങളായി ഒരു ആൾത്തറ കെട്ടി ഒരു വീട്ടുകാരുടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നാട്ടിലുള്ള ആളുകൾ, എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും കൂടി ചേർന്ന് ഇതിനെ ഒരു ക്ഷേത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ആലോചിക്കുകയും അതനുസരിച്ച് ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. അന്ന് കണ്ണാടി വെച്ചുള്ള പൂജയായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. വാളും ശൂലവും കണ്ണാടിയും. അത് കഴിഞ്ഞ് ആ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി ചേർന്ന് പിന്നെ
ഒരു തിരുമുടി ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് മലയത്ത് വേലായുധം പിള്ള എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ വെച്ച് ഇവിടെ തിരുമുടി ഉണ്ടാക്കുകയും ചെയ്തു. വർഷങ്ങൾ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങളെല്ലാം വളർന്നു വന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ 7 ദിവസത്തെ ഉത്സവവും പിന്നെ 3 വർഷം കൂടപ്പോൾ 4 ദിക്കിലും പോകുന്ന ഉത്സവമായി അന്ന് 12 ദിവസത്തെ ഉത്സവമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതനുസരിച്ച് ഒടുവിൽ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു പർണേറ്റ് നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു പർണേറ്റ് നടത്തുന്നതിന് തീരുമാനിച്ച് ഈ ദിക്കിൽ പോകുന്ന സമയത്ത് ഒരു പർണേറ്റ് നടത്തി. പർണേറ്റ് 2-3 ടേൺ നടത്തിയപ്പോൾ പാലിച്ച ചുമതലയും പാലിച്ച ചെലവും എല്ലാം കാരണം തന്ത്രിയുമായി ആലോചിച്ച് അത് 6 വർഷത്തിലൊരിക്കൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളൊരു തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു കിഴി പണമെല്ലാം വെച്ചു പിഴ മൂളി ദേവിയുടെ അനുവാദം വാങ്ങിത്തന്ന് അങ്ങനെ 6 വർഷത്തിലൊരിക്കൽ പർണേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി അതിന് ട്രസ്റ്റാക്കി നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അതിന് ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റ് രൂപീകരിച്ചു. പിന്നെ 3 വർഷത്തിലൊരിക്കൽ ആ ട്രസ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പിലാണ് ട്രസ്റ്റിൽ അംഗങ്ങളെന്ന് പറഞ്ഞാൽ സ്ഥിരം അംഗങ്ങളായിരിക്കുന്ന ആളുകൾ വർഷം തോറും 500 രൂപ പിന്നെ മുടക്കി മെമ്പർഷിപ്പ് പുതുക്കി പിന്നെ 3 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തും. ഈ 500 രൂപ തോറും വർഷം തോറും പുതുക്കി ചെയ്യുന്ന ആളുകൾ മാത്രമേ സ്ഥിരം മെമ്പറായിരിക്കുള്ളൂ. അവർക്ക് മാത്രമേ വോട്ടിംഗ് അവകാശമുള്ളൂ. അങ്ങനെ ട്രസ്റ്റ് തിരഞ്ഞെടുപ്പ് നടത്തുകയും ട്രസ്റ്റിൽ പിന്നെ ഭരണസമിതി 27 അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വരികയും അതനുസരിച്ചാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയും ദേവിക്ക് ഉത്സവം എല്ലാ വർഷവും നടത്തുകയും ചെയ്യും. അതുപോയിട്ട് ഇപ്പോൾ നമ്മുടെ ആയില്യ പൂജകളും അതുപോലെ തന്നെ മലയാള 1-ാം തീയതി പിന്നെ നമ്മുടെ ദേവിക്ക് മധുപൂജയും സ്ഥിരമായി നടത്തി വരാറുണ്ട്. എല്ലാ മലയാള മാസവും മധുപൂജയും നടത്തി വരാറുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പ് നടക്കുന്നത്. മൊഴിയല്ലോ പറയുന്ന തന്നെ കേട്ടുകൊണ്ട അന്നേരം മൊഴിയല്ലോ പറയുന്ന പാലഹാകന്മാല വെച്ച കയ്യാണെങ്കിൽ നീയുമല്ലോ കൂടെ കേട്ടുകൊള്ളുക. പാലഹാകന്മാല വെച്ച കണ്ണിയാണെങ്കിൽ നീയുമല്ലോ കൂടെ കേട്ടുകൊള്ളുക. തിരുവള്ളി മാലയ്ക്കു പോണാടത്താം പന്നാലിൽ പൊലിച്ചൊരു പൊൻപാണങ്ങാള. തിരുവള്ളി മാലയ്ക്കു പോണാടത്താം പന്നാലിൽ പൊലിച്ചൊരു പൊൻപാണ. പുലി ഉണ്ടെങ്കിലോ ഇങ്ങു തന്നാലാ ഞാനതല്ലോ കൂടെ വാങ്ങിയിട്ടാ. പൊലിവതല്ലോ ഇങ്ങു തന്നാലാ ഞാനതല്ലോ കൂടെ വാങ്ങിയിട്ടാ.
നമസ്കാരം, എൻ്റെ പേര് ഇന്ദുകുമാർ എന്നാണ്. ഞാൻ ഈ കുന്നുള്ള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മൂത്തവാത്തിയാണ്. ഇവിടെ അമ്പലത്തിലെ ഉത്സവാചാരം എന്ന് പറയുമ്പോൾ മീനമാസത്തിലെ ഭരണി നക്ഷത്രമാണ്. ഈ ദിവസത്തിൽ അമ്മയെ പുറത്ത് എഴുന്നള്ളിച്ച് പച്ചപ്പന്തൽ കുടിയിരുത്തി പാട്ടുപാടി കുടിയിരുത്തി ഉത്സവാചാരം ആചരിക്കുന്നു. ഇവിടെ കളങ്കാവൽ ആചാരവും ഈ പറയുന്ന പോലെ 6 വർഷത്തെ ഒരിക്കൽ ദിക്കോലി മഹോത്സവത്തോടുകൂടിയും പർണേറ്റ് മഹോത്സവത്തോടുകൂടി ആചരിക്കപ്പെടുന്നു. ഇവിടെ പ്രാധാന്യമുള്ളത് കളങ്കാവൽ ആചാരത്തിനും വിളക്കുകെട്ട് മഹോത്സവം, പൊങ്കാല മഹോത്സവം മുതലായവയാണ്.